2 ദിവസം മുമ്പ് എനിക്ക് ഈ ഹിച്ച് ഹൈക്കിംഗ് ഒക്കെ ചെയ്യുന്ന ബാക്ക് പാക്കർ അരുണിമയുടെ കുറേ വീഡിയോസ് എനിക്ക് 1-2 പേര് അയച്ചു തന്നു. ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ അവർ പോസ്റ്റ് ചെയ്തൊരു റീൽ വീഡിയോ, അത് കഴിഞ്ഞിട്ട് അവരുടെ അമേരിക്കയിലേക്ക് അവർ പോയ സമയത്ത് എടുത്ത കുറേ വ്ളോഗ് വീഡിയോസ്. ഞാൻ ബാക്ക് പാക്കർ അരുണിമേനെ അങ്ങനെ ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയല്ല. എന്തെങ്കിലും കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ അവർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ടോപ്പിക്ക് വരുന്ന സമയത്ത് അവരുടെ വീഡിയോസ് ഇങ്ങനെ എടുത്ത് നോക്കും. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള വീഡിയോസൊക്കെ ഞാൻ കാണും. ഞാനങ്ങനെ ഓക്കെ അതവിടെ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ഹിച്ച് ഹൈക്കിംഗ് ആണ് ഇവരുടെ മെയിൻ പരിപാടി. ഓക്കെ, ലിഫ്റ്റൊക്കെ ചോദിച്ച് ട്രാവൽ ചെയ്യുക, പിന്നെ ഏതെങ്കിലും സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ടെൻ്റ് അടിച്ച് താമസിക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെ താമസിക്കുക. സോ ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രാവലിംഗ് മെത്തേഡാണ് ഈ ഒരു വ്യക്തി അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ വ്യക്തി കരഞ്ഞാകെ പ്രശ്നം ഉണ്ടാക്കി പാതിരാത്രിയിൽ എന്നെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് ആദ്യം റീലായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് വ്ളോഗായിട്ടിരുന്നു. അപ്പം ഞാൻ ആദ്യം ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ കണ്ട സമയത്ത് ഇവർ ഇതിനു മുമ്പ് ഇതിലും അധികം വേഴ്സ് സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടുള്ള ഒരു ലേഡിയല്ലേ, അപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടി ക്യൂരിയോസിറ്റിക്ക് നിങ്ങളെപ്പോലെ ഞാനും ആ വീഡിയോ കയറി കണ്ടു. ഫസ്റ്റ് ഞാൻ വീഡിയോ ആണ് കാണുന്നത്, അവിടെ പ്ലേ ചെയ്യാം. ഞാനിത് ഇപ്പോൾ നിൽക്കുന്നത് US-ലാണ്, ന്യൂജേഴ്സി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഞാനിതാ ഈ ഒരു ഈ വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഈ വീട്ടില് എനിക്ക് 4 വർഷമായിട്ട് അറിയുന്ന ഒരു പുള്ളിക്കാരനാണ് ജോർജ് എന്ന് പറഞ്ഞത്. ആള് ഭയങ്കര പാവമായിരുന്നു. എന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ വിളിച്ചു. ഞാൻ ഈ പുള്ളിക്കാരൻ്റെ വീട്ടിലൊക്കെ പോയി താമസിച്ചു. അവരുടെ മക്കളുടെ വീട്ടിലും, അതായത് ആള് വലിഞ്ഞേറി വന്ന പോലെയാണ് ആള് ഇവിടെ താമസിക്കുന്നത്. അത് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ അടുത്ത് സ്നേഹത്തോടെ വിളിച്ചു ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞപ്പോൾ ഒരുപാട്, നിങ്ങൾക്ക് അറിയാം, എൻ്റെ വീഡിയോയിൽ കാണുന്നവർക്കറിയാം, ഞാൻ ഒരുപാട് വീടുകളിൽ പോയിട്ട് അങ്ങനെ താമസിക്കാറുണ്ട് എന്നെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ. സോ ഞാൻ അങ്ങനെ ഇവിടെയും വന്ന് താമസിച്ചതാണ്. പക്ഷെ അമേരിക്ക വന്ന ഫസ്റ്റ് ഡേയിൽ 2ാമത്തെ ദിവസമാണെന്ന്, 2ാമത്തെ ദിവസം തന്നെ ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതായത് 2 ദിവസം ഞാൻ താമസിച്ചു, ഇപ്പോൾ 3ാമത്തെ നൈറ്റായി. സോ ആളാണ് എന്നെ എയർപോർട്ടിൽ നിന്ന് വന്ന് വിളിച്ചതും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എൻ്റെ കൂടെ ന്യൂയോർക്ക് സിറ്റിയിലെല്ലാം വന്നു. ഭയങ്കര പാവമായിരുന്നു, എനിക്ക് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ആളുടെ മക്കളും ആളെ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെയല്ല. ഇവിടെ ജനിച്ചു വളർന്ന മക്കളാണ്. ഒരു 20 വയസ്സുള്ള പെൺകുട്ടി വന്നിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു. ഞാൻ അപ്പം തന്നെ, ഇപ്പോൾ രാത്രി സമയം 12 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 12 മണിക്ക് തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, എനിക്കറിയില്ല ഞാൻ ഇപ്പോൾ ഇവിടുന്ന് എങ്ങോട്ടാണ് പോകാന്നുള്ളത്. പെട്ടെന്ന് രാത്രി പറയുമ്പോൾ എനിക്ക് ഈവൻ അറിയുന്ന വേറെ ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരെനിക്ക് ഈ രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പുള്ളിക്കാരൻ ഭയങ്കര ഭാവമാണ്. നിങ്ങൾ ഇനി വീഡിയോ കണ്ടിട്ട് ആള് മോശമായി ചെയ്തതെന്ന് ആലോചിക്കുമല്ലോ എന്ന് ഓർത്തോണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. കാരണം ആള് പറയുന്നത്, പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, അതായത് സ്വന്തം അമ്മയുടെ അച്ഛൻ ഇവിടെ റെന്റിനാണ് താമസിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതായത് മേ ബി അമേരിക്കയിലെ കൾച്ചർ അങ്ങനെയായിരിക്കും, ഇവിടെ ജനിച്ചു വളർന്ന മലയാളീസും അല്ലെ അങ്ങനെ ആയിരിക്കും കൾച്ചർ. എന്തായാലും ഞാൻ ഈ വീട്ടിലിരുന്നാണ് താമസിച്ചത്. അപ്പോൾ എന്താ പറയാ, എനിക്ക് ഭയങ്കര, എനിക്ക് എന്നെ ഇറക്കി വിട്ടാലല്ല എനിക്ക് വിഷമം. കാരണം ആ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് അത്രയും ഭയങ്കര സ്നേഹത്തോടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും ആളെന്നെ ഇന്ന് 70 വയസ്സുണ്ട്. ആ 70 വയസ്സുള്ള ആളെന്നെ ന്യൂയോർക്കെല്ലാം കറക്കാനെല്ലാം കൊണ്ടുപോയി. ഞാൻ ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് പുള്ളി എൻ്റെ കൂടെ വന്നു. അതായത് അത്രയും എനിക്ക് എന്താ പറയാ, ആള് ഇത്രയും ഇവിടെ ഇങ്ങനെ സ്വന്തം മകളുടെ വീട്ടില് ഇങ്ങനെതായി നിൽക്കുവാന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. കാരണം 4 വർഷമായിട്ട് എനിക്കറിയാം ഞാൻ US-ൽ വരുന്നു. എത്ര വിസ കൊടുക്കുന്നതിന് മുന്നേ തന്നെ വിസ കൊടുക്ക് എന്നാ US-ലേക്ക് വരുന്നേ അങ്ങനെ പറഞ്ഞ് വിളിക്കുന്നൊരു പാവം പുള്ളിയായിരുന്നു. പക്ഷെ മക്കളൊക്കെ ഇങ്ങനെയാണ് സ്വന്തം അച്ഛനോടൊക്കെ ഇങ്ങനെ കാണിക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. എന്തായാലും ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇവിടെ നെടുറോട്ടിലേക്ക്, ഇവിടെയാണ് ഇപ്പോൾ മഴയും നല്ല തണുപ്പൊക്കെയാണ്. ഇപ്പോൾ ഒരു 6 ഡിഗ്രി ഒക്കെയാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഫുൾ ഫോഗായിട്ട് ഇരിക്കുന്നു. അപ്പോൾ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ടു ബി ഹോണസ്റ്റ്, ഇവരുടെ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് അവരുടെ ഒരു സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ടുള്ള ഇവർക്ക് ഈ അവസ്ഥ വന്നല്ലോ എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് മുമ്പൊക്കെ നമ്മൾ ബാക്ക് പാക്കർ അരുണിമയുടെ കുറേ ഇതിന് മുമ്പുണ്ടായിരുന്ന കുറച്ച് ടോപ്പിക്കുകൾ ഞാൻ വീഡിയോ കണ്ട സമയത്തും, പിന്നെ അതിൽ നമ്മൾ തോട്ട് പ്രോസസ്സ് വർക്ക് ചെയ്ത സമയത്തും, പിന്നെ ഇവരുടെ ഇൻ്റർവ്യൂസിൽ ഇവർ പറയുന്ന കുറേ കാര്യങ്ങൾ, ട്രാവൽ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യേണ്ട ഒരു സംഗതിയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ കമൻറ്റ് ബോക്സിലൂടെ ഞാൻ പോയി നോക്കുന്ന സമയത്തും ഉണ്ടായിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ കമൻറ്റ് ബോക്സിനകത്തും കുറേ പേര് ഇത് തന്നെ പറയുന്നുണ്ട്. അതായത് എനിക്ക് തോന്നിയൊരു പേഴ്സ്പെക്റ്റീവ് ഉണ്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്തൊരു വ്യക്തി ആ വീട്ടിലുണ്ട്, ആ വ്യക്തിയെ നിങ്ങൾ
അയാളുടെ സിറ്റുവേഷനെ നിങ്ങൾ എന്ത് ചെയ്യാണ് നാട്ടുകാരുടെ മുന്നിൽ ഇട്ട് കൊടുത്ത രീതിയിലായിപ്പോയി. ആ വ്യക്തി നിങ്ങളെ വളരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് വളരെ അടിപൊളിയായിട്ട് വീട്ടിൽ കൊണ്ടുപോയി. ഓക്കെ, എല്ലാം ചെയ്തു. ബട്ട് എന്തോ ഒരു സാഹചര്യം ക്രിയേറ്റായി ആ വീട്ടിലുള്ള ബാക്കിയുള്ള ആളുകൾക്ക് നിങ്ങളെ എന്താ പറയുക അവിടെ ഇനി നിർത്താൻ പറ്റില്ല എന്ന് പറയുന്നു. നിങ്ങൾക്കിതൊരു ബെറ്റർ വേയിൽ പ്രസൻറ്റ് ചെയ്യായിരുന്നു എന്നുള്ളത് എനിക്ക് അന്ന് തന്നെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അത് തന്നെയാണ് കമൻറ്റ് ബോക്സിൽ കുറേ അധികം പേര് കമൻ്റ് ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതിലും മോശമായ സിറ്റുവേഷൻസ് അനുഭവിച്ച, ഇതിലും മോശമായ സിറ്റുവേഷൻസ് കണ്ട, അതിൽ നിന്നൊക്കെ എന്താ പറയുക കാര്യങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യണം എന്നും ബാക്കിയുള്ളവരോട് പറഞ്ഞ് പഠിപ്പിച്ച സ്വയം പഠിച്ച അരുണിമ ഇപ്പം പുറത്തിറങ്ങിയിട്ട് കാണിച്ച പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യയിലാണെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ വേറൊരാളുടെ വീടോ കാര്യങ്ങളോ കാണിച്ചിട്ടോ അവരുടെ പ്രൈവസിയെ കാണിച്ചിട്ടോ വീഡിയോ എടുക്കുന്നത് രേഷൻ സീനുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ ആവുന്ന സമയത്ത് ഒട്ടും അത് അവർക്ക് ആക്സെപ്റ്റബിൾ ആവില്ല. ഓക്കെ, അവർക്ക് അവരുടെ പ്രൈവസിയാണ് അറ്റ്മോസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങളെ ചിലപ്പോൾ ആ വീട്ടിൽ നിന്ന് മാറിപ്പോകാൻ പറഞ്ഞിട്ടുണ്ടാവുന്നത്. ഓക്കെ, പിന്നെ അവരുടെ ഒരു ഫാമിലി എങ്ങനെയാണ്, അവരുടെ ലിവിങ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളവിടെ പോയിട്ട് ഇനിയിപ്പോൾ അത് പൊതുജനത്തിനെ പറഞ്ഞ് ആ മനുഷ്യനും കൂടിയും വരുത്തി വെച്ച് കൊടുക്കണ ഒരു വെനാന്നുള്ളതൊക്കെ ഞാനന്ന് ചിന്തിച്ച കാര്യങ്ങളായതുകൊണ്ട് ഞാനന്നത് എന്ത് ചെയ്തു, പക്ഷേ അത് വേണ്ട, എന്തിനപ്പോൾ ഇതിന് വെറുതെ വലിയ വിസിബിലിറ്റി കൊടുക്കണം എന്നുള്ളത് ഡ്രോപ്പ് ചെയ്തു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ആകെ മാറി. ആൻഡ് അന്ന് തന്നെ എനിക്ക് തോന്നിയ വേറൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഇവിടെ വെച്ച് തരാം. അരുണിമ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ റീലിടുന്നു, അതിനുശേഷം ഇത് യൂട്യൂബിൽ പോസ്റ്റ് ആവുന്നു. ഒരുപാട് പേര് നിങ്ങളിപ്പോൾ എവിടെയാണ്, നിങ്ങൾ സേഫ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. ദ വെരി നെക്സ്റ്റ് സ്റ്റോറി അരുണിമയുടെ വന്നിട്ടുള്ള എന്താണ്, താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ, ഐ എം ഗെറ്റിംഗ് ലോട്ട് ഓഫ് മെസ്സേജസ്, ഐ എം സേഫ് നൗ, ദിസ് ഹാപ്പൻ ഫ്യൂ ഡേയ്സ് അഗോ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ് എന്നുള്ളതാണ് ഇവർ ഈ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു ഇൻസിഡൻറ്റ്, അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഹേർട്ടായൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു വോണറബിൾ സിറ്റുവേഷൻ, നിങ്ങൾക്ക് അവിടുന്ന് തന്നെ അപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിലൊരു സ്റ്റോറിയോ സാധനം എടുത്തിട്ടൂടെ? അല്ലെങ്കിൽ നിങ്ങൾ അപ്പം പറയും നെറ്റ് ഉണ്ടാവില്ല മറ്റേത് മറിച്ചത് എന്നുള്ള വർത്തമാനമാണെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് നോ, ലൈക്ക് നിങ്ങൾ ഒരുപാട് രാജ്യങ്ങൾ ട്രാവൽ ചെയ്യുന്നതാണ്, അതൊന്നും ഇല്ലാതെ ഒരു ബാക്കപ്പ് ഇല്ലാതെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. ഇനി ഓക്കെ, അത് നിങ്ങൾ ഒഴിവാക്കി, നിങ്ങളിത് കഴിഞ്ഞതിന് ശേഷം റൂം എടുത്തിട്ടുണ്ട്, അറ്റ്ലീസ്റ്റ് ആ റൂം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈഫൈ കിട്ടുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ അന്ന് തന്നെ എന്ത് ചെയ്യാം, ആളുകളോട് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, പക്ഷെ നിങ്ങൾ അന്ന് ചെയ്തില്ല. ഇവിടെയാണ് ഞാൻ പറയുന്നത് അരുണിമയുടെ ചാനലിൻ്റെ വ്യൂവർഷിപ്പ് ഞാനിവിടെ വയ്ക്കാം. ഈ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്ന ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള വ്യൂവർഷിപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു 10, 13, മാക്സിമം ഒരു 20, 10, 13, 15 ഈ റേഞ്ചിൽ പോകുന്ന വ്യൂവർഷിപ്പ് ഈ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റോട് കൂടിയിട്ട് മാറി കയറി തുടങ്ങി വീഡിയോസ്. ഓക്കെ, പിന്നെ ഇവർക്ക് അമേരിക്കയിൽ എത്തി എന്നുള്ളത് കുറച്ച് ആളെ ഇപ്പോൾ വ്ളോഗ് ഇട്ട് അറിയിക്കുന്നത് ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്, നമ്മുടെ വ്യൂവർഷിപ്പുള്ളവരെ അറിയൂ. പക്ഷെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവർക്ക് അമേരിക്കയിൽ ഉണ്ടായി എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ കമ്മ്യൂണിറ്റികൾ ഇടപെട്ടിട്ട് ഇവർക്ക് കുറച്ചും കൂടി അമേരിക്കയിൽ ഒരു വിസിബിലിറ്റി വരുമോ എന്നുള്ള ചിന്തയാണോ അറിയില്ല. കാരണം എനിക്ക് ഈ ചെയ്തതിനോട് ഇവർ ഈ ഒരു രീതിയിൽ ഇതിൽ റിയാക്ട് ചെയ്തതിനോട് എനിക്ക് പേഴ്സണലി ഒരു താല്പര്യം അന്നും ഉണ്ടായിട്ടില്ല, എനിക്ക് ഇപ്പോഴും ഇല്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ അതർ സൈഡ് എന്താണെന്നുള്ളത് എപ്പോഴും ഇങ്ങനെ ഞാൻ ഒരു ക്യൂരിയസ് ആയിരുന്നു. ഇവരുടെ ഒറ്റ സൈഡ് എടുത്ത് വെച്ച് ചെയ്യ കാര്യമില്ല, കാരണം ഇവരുടെ ഒറ്റ സൈഡ് എടുത്ത് വെച്ച് ചെയ്യാൻ മാത്രമേ ഇല്ല അതിനകത്തൊന്നും. ഓക്കെ, പിന്നെ ഇവർ ഇവിടെ പോയി അമേരിക്കയിൽ പോയി ഇറങ്ങിയ സമയത്ത് ഈ മനുഷ്യൻ ഇവരെ ഹെൽപ്പ് ചെയ്തതും അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയതും എത്രത്തോളം അടിപൊളിയായിട്ടാണ് ട്രീറ്റ് ചെയ്തതെന്നുള്ളതൊക്കെ അവരുടെ ഫസ്റ്റ് അമേരിക്ക ഇറങ്ങിയ സമയത്ത് എടുത്ത വീഡിയോ തന്നെ ഉണ്ട്. ഒരു 10 മണിക്കൂർ ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ് എത്തിയപ്പോൾ ഒരു 11 മണിയായിരുന്നു. പിന്നെ എമിഗ്രേഷൻ കഴിഞ്ഞു. എമിഗ്രേഷൻ കുഴപ്പമില്ല, പക്ഷെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു എൻ്റെ അടുത്ത്. ഇവിടെ എന്തിനാ വന്നത്, ടൂറിസ്റ്റ് ആയിട്ടാണോ, എത്ര ദിവസം നിൽക്കും, എന്നാണ് തിരിച്ചു പോകുന്നത്, ഇവിടെ ആരെ കൂടിയാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ഇവിടെ ഒരു അറിയുന്ന എനിക്കൊരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഫാമിലി ഉണ്ട്, അപ്പോൾ അവരുടെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ അവരുടെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ ചോദിച്ചു. പിന്നെ അവരായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ്, അവരിവിടെ എന്താണ് ചെയ്യുന്നത്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പോൾ എന്തായാലും ഇന്നലെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് പ്രശ്നമൊന്നും ഉണ്ടായില്ല. പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ ഫ്രണ്ട് പിക്ക് ചെയ്യാൻ വന്നു. ഞാനപ്പോൾ ഈ ഒരു ബാക്കിലുള്ള കാണുന്ന ഈ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഇന്നിങ്ങനെ ജസ്റ്റ് മോർണിംഗ് പുറത്തിറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. വിൻ്റർ ഓൾമോസ്റ്റ് തീരാനായ ഒരു ക്ലൈമറ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അതെ, ഞാനും ഇവിടെ പുള്ളിക്കാരനും കൂടെ ഈ കാറിൽ ഇവിടേക്ക് ഒന്ന് കറങ്ങി കാണാൻ വേണ്ടി പോവാണേ. അപ്പോൾ ഞാനും ആളും കൂടെ വാറൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോവാണ്. ഇവിടുന്ന് ഒരു 1/2 മണിക്കൂറാണുള്ളത്. ഇവിടെ പിന്നെ മൈൽസ് ആണ് കേട്ടോ, അതായത് കിലോമീറ്റർ അല്ല, മൈൽസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ എല്ലാം കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മളെ ജോർജ്. ഹായ്, എന്തിന്റെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, നാട്ടിലെവിടെയായിരുന്നു? ചെങ്ങന്നൂര്. ഓക്കെ, അപ്പൊ ആള് കൊറേ വർഷമായിട്ട് ഇവിടെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു 12 വർഷമൊക്കെ ആയില്ലേ, 13 വർഷമായി.
13 വർഷമായിട്ട് ഇവിടെ തന്നെയാണ്. ഇവിടുത്തെ സിറ്റിസൺ ഒക്കെ ആണ്, ഇവിടുത്തെ പാസ്പോർട്ടൊക്കെ ഉണ്ട്. അപ്പോ അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ ഇവിടുന്ന് ഒരു സ്ഥലത്തേക്ക് വാറൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു ചൈനീസ് ഫുഡാണ് ഇവിടുത്തെ ഒരു ചൈനീസ് റെസ്റ്റോറന്റ് മേടിച്ച്. അപ്പോൾ ഈ ഒരു വെൽകെയർ ഫാർമസി എന്ന് പറയുന്ന ഫാർമസിയിലാണ് ആള് വർക്ക് ചെയ്യുന്നത്. തൊട്ടപ്പുറം ഒരു ചൈനീസ് റെസ്റ്റോറന്റ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഫുഡ് മേടിച്ചിട്ട് ഞാൻ കാറിലിരുന്നാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത്. അവിടുന്ന് തിരിച്ച് ഞാനിതാ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത്. ബൈ ബൈ. ഇതാണ് അരുണിമയുടെ ഇനീഷ്യൽ വീഡിയോ. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇമിഗ്രേഷനിൽ ഇറങ്ങിയ സമയത്ത് തന്നെ ഇവർ ആരുടെ കൂടെ താമസിക്കുന്നു, എന്താണ് ഇവരുടെ പർപ്പസ്, ആരാണ് അവർ എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും, ആ വീടിൻ്റെ അഡ്രസ്സ് അടക്കം ആളെ പേരടക്കം എല്ലാം അരുണിമ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് അരുണിമ ഇവിടെ കിടന്നിട്ട് അങ്ങനെ ഒരു വീഡിയോ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, രാത്രിയാണ്, ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ ഓണറബിൾ ആണെന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇടുന്ന സമയത്ത് ഏതെങ്കിലും ഒരാൾ ഇതെടുത്തിട്ട് എംബസിക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ളവരുടെ അവസ്ഥ എന്താ? കാരണം ടൂറിസ്റ്റായിട്ട് വന്ന ഒരാളെയാണ് ഇറക്കി വിട്ടിട്ടുള്ളത്, ഒരു ലേഡി. ആ വീട്ടുകാർക്ക് പണിയാണ്. ഒന്ന്, അത് അരുണിമ ആലോചിച്ചില്ല. രണ്ടാമത്തെ കാര്യം, അരുണിമ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ജോർജ് എന്ന് പറഞ്ഞ വ്യക്തിയെ മറ്റേ പൂരപ്പറമ്പിൽ കണ്ട പരിചയം പോലും ഉള്ള പോലെയല്ല സംസാരിക്കുന്നത്. ഓക്കെ, 4 വർഷമായിട്ട് പരിചയമുണ്ട്, സ്ഥിരമായിട്ട് അമേരിക്കയിൽ വരാൻ പറയുന്നുണ്ട്, എന്നും കമ്മ്യൂണിക്കേഷനും കണക്ഷനും ഉണ്ടെന്നൊക്കെയാണ് അരുണിമയുടെ വേർഷൻ. അതായത് ആ കരഞ്ഞിട്ടുള്ള വീഡിയോനകത്ത്. പക്ഷേ ഇതിനകത്ത് നോക്കുന്ന സമയത്ത് ഒരു ഹായ് ബായ് ബന്ധമുള്ള ഒരാൾ അമേരിക്കയിൽ വരികയാണെന്ന് പറഞ്ഞപ്പോൾ വേണമെങ്കിൽ ഹോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞിട്ട്, കാരണം ഇമിഗ്രേഷനിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് അത്യാവശ്യം അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കണമല്ലോ. സോ അവിടുത്തെ സിറ്റിസൺ ആണ് എന്നുള്ളതും അരുണിമ തന്നെ പറയുന്നുണ്ട്. സോ അവിടെ എവിടെ ഈ ജോർജിനെ യൂസ് ചെയ്ത പോലെ തന്നെ എനിക്ക് പേഴ്സണലി ഇത് ഫീൽ ആയിട്ടുള്ളത്. അപ്പം ഇനി ഇതൊക്കെ കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ ആ വ്യക്തി ജോലി ചെയ്യുന്ന സ്ഥാപനം കാണിക്കുന്നു, ആ വ്യക്തി ഫുഡ് മേടിച്ചു കൊടുക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ അത്രയും പ്രായമുള്ള ഒരു അപ്പാപ്പൻ വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അച്ഛനൊക്കെ ഇപ്പം തന്നെ പറയുന്നുണ്ട് ഐ എം ഡൺ, പക്ഷേ ഞാൻ വരൂല നാട്ടിലേക്ക്, ഐ എം ഡൺ. നമ്മളൊക്കെ അച്ഛന്മാർ ആ വയസ്സിലാരും വർക്കിന് പോകില്ല. ഇപ്പോഴത്തെ കണ്ടീഷൻ ഉണ്ടാവും. പണ്ടൊക്കെ ആളുകൾ പിന്നെയും വർക്ക് ചെയ്യും, ഫാമേഴ്സാണ്, ജോലികളൊക്കെ ചെയ്യും. ഇപ്പം ആരും ചെയ്യില്ല. പക്ഷെ അവിടുത്തെ കൾച്ചർ അങ്ങനെയല്ല. അവിടെ ഒരു ഫാമിലി മുന്നോട്ട്. ഇപ്പോൾ അത് ഔട്ട്സ്കേർട്സിലാണ് അമേരിക്കേൻ്റെ എന്നുണ്ടെങ്കിലും ലിവിങ് സ്റ്റൈല് ഭയങ്കര വ്യത്യാസമുണ്ട്. എക്സ്പെൻസ് വളരെ കൂടുതലാണ്. ലിവിങ് എക്സ്പെൻസ് കൂടുതലാകുമ്പോൾ ഒരു നിങ്ങളിങ്ങനെ ആലോചിക്കുക, ആ വ്യക്തി അവിടെ അമേരിക്കയിലെത്തി 12 കൊല്ലമായിട്ടുള്ളൂ എന്നാണ് ഇവർ പറഞ്ഞത്. ഓക്കെ, 12 ഇയേഴ്സ്. അവിടെ അങ്ങനെ വർഷാവർഷങ്ങളായിട്ടൊരു 40-50 കൊല്ലമുള്ളൊരു മനുഷ്യനല്ല. 10-12 കൊല്ലം മുമ്പ്, അതായത് 2014-13 കാലഘട്ടത്തിൽ ഇവിടുന്ന് പോയൊരു മനുഷ്യനാണ്. മേ ബി മക്കൾ പോയ സമയത്ത് പോയതായിരിക്കാം, മക്കൾക്ക് ജോലി ഉണ്ടായിരിക്കാം, മക്കൾക്കും അപ്പോൾ അച്ഛനും അമ്മേനെയും കൊണ്ടുപോകുമ്പോൾ അവരുടെ ലിവിങ് കോസ്റ്റ്, ഇവരുടെ ലിവിങ് കോസ്റ്റ്, സോ എല്ലാം കൂടി വരുന്ന സമയത്ത് അയാളും വർക്ക് ചെയ്യുന്നുണ്ട്. സോ അയാളും ഏണിംഗ് ആണ്. അപ്പോൾ നേരത്തെ കരഞ്ഞ വീഡിയോ പറയുന്ന പോലെ സ്വന്തം വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് അയാൾ എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ സെൽഫ് റെസ്പെക്റ്റ് ആണത്. അയാൾ അവിടെ ജോലി ചെയ്യുന്നത്, അവിടുത്തെ ലിവിങ് കൾച്ചർ അതാണ്. അവർ അഡാപ്റ്റ് ചെയ്ത കൾച്ചർ അതാണ്. മലയാളികളാണെങ്കിലും ആ രാജ്യത്തെ കൾച്ചർ അതാവുമ്പോൾ അവരത് അഡാപ്റ്റ് ചെയ്തു. ആ രീതിയിൽ പോകുന്ന ആളുകളായിരിക്കാം. ഇത് അരുണിമ അത് കഴിഞ്ഞ് കരഞ്ഞിട്ട വീഡിയോനകത്ത് ഭയങ്കരമായിട്ട് ഇവരെ ഈ രീതിയിൽ ഇതൊക്കെ ഒന്നും അല്ലാതാക്കുന്ന രീതിയിലുള്ള സാധനം ഇട്ട് കാണുമ്പോൾ അതൊട്ടും എനിക്ക് ആക്സെപ്റ്റബിൾ ആവുന്നില്ല. പിന്നെ കുറേ ആൾക്കാർ അരുണിമേൻ്റെ കരച്ചിൽ വീഡിയോ കണ്ടിട്ട് ഈ ഒരു മനുഷ്യൻ എന്തിനാണ് കൊണ്ടുപോയത്, സ്വന്തം വീട്ടിൽ വാടകക്കാരനായിട്ടിരിക്കാൻ നടക്കറിയില്ല, ഈ പെൺകുട്ടീനെ എന്താ കൊണ്ടുപോയെന്ന് വെച്ചിട്ട് കുറേ ആൾക്കാർ അങ്ങനത്തെ വീഡിയോസ് ഇയാൾക്കെതിരെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അങ്ങനത്തെ എതിരെ വീഡിയോയും കൂടി ആകുമ്പോൾ എന്താണെങ്കിലും അവരുടെ സൈഡിൽ നിന്ന് റിപ്ലൈ വരില്ല. അവരുടെ സൈഡിൽ നിന്ന് റിപ്ലൈ വന്നിട്ടുണ്ട്. അതിനു മുമ്പ് അരുണിമ ഈ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ഇവർ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു കരഞ്ഞു വിളിച്ചുള്ള വീഡിയോ ഇടുന്നതിന് കുറച്ച് മുമ്പ് ഈ വ്യക്തി നന്നായിട്ട് അരുണിമയെ ട്രീറ്റ് ചെയ്തതും അരുണിമ വേറെ മലയാളികളെ കാണാൻ പോവാണ് എന്ന് പറഞ്ഞൊക്കെ ഇട്ടുള്ള വേറൊരു ഈ ഒരു കരഞ്ഞ വീഡിയോൻ്റെ ഒരു ഫസ്റ്റ് പോർഷൻ ഉണ്ട്. ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിതാ ഇപ്പോൾ ന്യൂജേഴ്സിയിൽ നിന്ന് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഞാൻ ട്രെയിനിലാണ് പോകുന്നത്. ഹായ്, ഗുഡ് മോർണിംഗ്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടുന്ന് ഏകദേശം എത്ര ടൈം എടുക്കും അറിയോ ന്യൂയോർക്കിലേക്ക്? 30 മിനിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമ്മൾ ന്യൂയോർക്കിലേക്ക് ട്രെയിനിലാണ് പോകുന്നത്. ഏതാ? ടെനസി. ഓക്കെ, ആ ഭാഗങ്ങളിലൊക്കെ ഇന്നലെ മുതൽ നല്ല മഴയും നല്ല കാറ്റും കൊടുങ്കാറ്റും. 8-10 പേര് മരിച്ചു എന്നാണ് റിപ്പോർട്ട്. ഓക്കെ. ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡാണ് കേട്ടോ ഇവിടെ ഈ കാണുന്നത്. ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാ ഉള്ളതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ ഓവർ റൈസാണ് ഫസ്റ്റ് കാണുന്നത്. അത് ഞാൻ അതിനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ലതായിരിക്കും അല്ലേ? അങ്ങനെ വിചാരിക്കാം. പക്ഷേ യൂറോപ്പിലൊന്നും ഇങ്ങനെ കണ്ടില്ല കേട്ടോ തട്ടുകട പോലത്തെ സംഭവം.
ഒക്കെ ഫുള്ളായിട്ടുണ്ട്. ഹോട്ടലിലേക്ക് ഇവിടെ ഫുള്ള് ഇതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ വഴിയിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങനെ കുറെ ഫുഡെല്ലാം മേടിച്ച് കഴിക്കാം. എവിടെയും നിൽക്കൊന്നും വേണ്ട, അടിപൊളി. ഇവിടെ തിരിച്ച് ട്രെയിൻ സ്റ്റേഷനിൽ വന്നേക്കാണ്. അപ്പോൾ നല്ല തണുപ്പാണ്. ഇവിടെ നിൽക്കുമ്പോൾ എന്തൊരു സമാധാനം, നല്ല ചൂടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുള്ള ജോർജ് അങ്കിൾ ഉണ്ടല്ലോ, വീട്ടിലേക്ക് പോവാണ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് പിന്നെ വേറൊരു സ്ഥലത്തേക്ക് ഞാൻ വേറെ കുറച്ച് മലയാളീസിനൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ അവരെന്നെ ഇവിടെ പിക്ക് ചെയ്യാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ്. ആൾക്ക് തന്നെ നല്ല ഏജുള്ള ആളാണ്. അപ്പോൾ തണുപ്പൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിരിക്കും നിൽക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെയാണ് പറഞ്ഞത് പോയിക്കോളൂ, ഞാനിവിടെ നിന്നോളാം, പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര സ്നേഹമായിരുന്നു എൻ്റെ അടുത്ത്. എന്താ പറയുക, എനിക്ക് ഫുഡൊക്കെ മേടിച്ച് തന്നു. ഭയങ്കര സ്നേഹമാണ്. ഇതാണപ്പോൾ ഞാൻ കഴിക്കാൻ പോകുന്ന ഫുഡ്. റൈസും ചിക്കനും. എന്താ അവസ്ഥ എന്നറിയില്ല, കണ്ടിട്ട് മന്തി റൈസൊക്കെ പോലെ ഉണ്ട്. കഴിച്ചു നോക്കിയാൽ മാത്രമേ അറിയൂ. ഞാനിവിടെ മെട്രോ സ്റ്റേഷനിൽ, അതായത് ട്രെയിൻ സ്റ്റേഷനിൽ ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. നിന്നിട്ടൊക്കെയാണ്. ഇവിടെ എല്ലാവരും നിൽക്കുന്നൊക്കെ ഉണ്ട്. എന്നെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞ മലയാളീസ് വരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ തിരിച്ച് റൂമിലേക്ക് തന്നെ പോവാണ്. എന്തായാലും തണുപ്പും മഴയൊക്കെയാണ്. സോ നാളെ എന്തായാലും എക്സ്പ്ലോർ ചെയ്യാൻ വരാം. അപ്പോൾ അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു, ട്രെയിനിലൊക്കെ കയറി. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു പെർട്ടിക്കുലർ വീഡിയോയുടെ ഫസ്റ്റ് പോർഷൻ. അതായത് കുറേ പേരെ കാത്തു നിന്നു, അവരാരും വന്നില്ല. വരാത്തത് കൊണ്ട് തന്നെ തിരിച്ചെന്ത് ചെയ്തു, ആ ജോർജിൻ്റെ വീട്ടിലേക്ക് തന്നെ അരുണിമ പോവാണ്. ഈ ജോർജ് ഇപ്പോൾ ഈ ഒരു ഇത്രയും ഇൻസിഡൻറ്റ് ഉണ്ടായി, അത്യാവശ്യം ആ ജോർജിന് മാനക്കേടിൻ്റെ അപ്പുറം സംഭവിച്ചു. അമേരിക്കയിലാണെന്നുണ്ടെങ്കിലും ആ വ്യക്തിക്ക് സോഷ്യൽ മീഡിയയിൽ സംഭവിക്കുന്ന മാനക്കേട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അമേരിക്കയിലുള്ളവർ, നാട്ടിലുള്ളവരൊക്കെ ജോർജിൻ്റെ അവസ്ഥയും മനസ്സിലാക്കി. അയാളുടെ ഫാമിലി ആ ഒരു സിറ്റുവേഷൻ എന്താണ് അവിടെ എന്നുള്ളതും, അല്ലെങ്കിൽ മൊത്തത്തിൽ അവർക്ക് മാനക്കേടും നാണക്കേടും അവരുടെ അത് കാട്ടിവെച്ചു. അപ്പം അതിനുശേഷം ജോർജ് ലോനപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫേസ്ബുക്ക് അക്കൗണ്ടിനകത്ത് ഒരു പെർട്ടിക്കുലർ റൈറ്റിംഗ് പോസ്റ്റ് വരികയാണ്. ഇത് നമ്മുടെ മൂപ്പൻ്റെ വീഡിയോൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഇവർ ഈ പെർട്ടിക്കുലർ റൈറ്റിംഗ് ഇട്ടിട്ടുള്ള ജോർജ്. സോ അതെ, ജോർജ് തന്നെയാണ് ഈ ജോർജ് ഇട്ട. ഈ വീഡിയോയിൽ പറയുന്ന ജോർജ് ആണ് ഞാൻ. അരുണിമ പറയുന്നത് തികച്ചും വാസ്തവം അല്ല. 3 ദിവസം അവൾ ഇവിടെ താമസിച്ചില്ലേ? ഓക്കെ, 3 ദിവസം താമസിച്ചിട്ടുണ്ട്. അവൾക്ക് എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് അരുണിമ പറയുന്നുണ്ട്. ശനിയാഴ്ച രാത്രിയാണ് സംഭവം. വ്യാഴം മുതൽ ശനിയാഴ്ച നൈറ്റ് വരെ അവൾ ഇവിടെ സർവ്വസൗകര്യത്തോടെ അല്ലേ താമസിച്ചത്. ആരും അവളെ ഇറക്കി വിട്ടില്ല. 20 വയസ്സുള്ള പെൺകുട്ടി എന്ന് പറഞ്ഞത് എൻ്റെ കൊച്ചുമോളാണ്. മൺഡേ അവളുടെ കുറച്ച് ഫ്രണ്ട്സ് വരുമെന്നും അപ്പോൾ അവർക്ക് താമസിക്കാൻ റൂം വേണമെന്നും മാത്രമാണ് പറഞ്ഞത്. അരുണിമയുടെ ധാർഷ്ട്യം, അവൾ അപ്പോൾ തന്നെ അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് ഉണ്ടായത്. ആരും അവളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. പിന്നെ എൻ്റെ ഫാമിലി കൾച്ചർ അരുണിമ പ്രെഡിക്റ്റ് ചെയ്യേണ്ട. അരുണിമയുടെ ഫാമിലി കൾച്ചർ ഗ്രേറ്റ് ആയതുകൊണ്ടാകും 20 വയസ്സുള്ളപ്പോൾ അവളെ മാഹീൻ എന്ന ചെറുപ്പക്കാരൻ്റെ കൂടെ ലോകം ചുറ്റാൻ കറങ്ങാൻ വിട്ടത്. അയാൾ എഴുതിയിട്ടതിൽ അയാളുടെ ദേഷ്യം കൊണ്ടായിരിക്കണം അയാൾ എന്ത് ചെയ്ത് ഇങ്ങോട്ടൊരു ഫാമിലി കയറി അടിച്ചപ്പോൾ അങ്ങോട്ടൊരു ഫാമിലി കയറി അടി അയാളും തിരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ മകളുടെ കൂടെ എങ്ങനെ താമസിക്കുന്നു എന്ന് വിലയിരുത്തേണ്ടത് അരുണിമയല്ല. ആ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും മാത്രമാണ് താമസിക്കുന്നത്. കൊച്ചുമകൾ 2 പേരും കോളേജ് ഹോസ്റ്റലിലാണ്. വീക്കെൻഡ് മാത്രമേ അവർ വരൂ. അവർ വന്നപ്പോൾ അരുണിമ അവിടെ താമസിക്കുന്നതിനു അവർക്കൊരു വിരോധവും ഇല്ലായിരുന്നു. മൺഡേ വരെ താമസം നോക്കാനാണ് മോൾ പറഞ്ഞത്. മൺഡേ ആണ്, അപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് വേറെ താമസം നോക്കാൻ പറഞ്ഞത്. കാരണം അവളുടെ കോളേജ് ഫ്രണ്ട് സ്പ്രിംഗ് വെക്കേഷൻ അവളുടെ കൂടെ താമസിക്കാൻ വരുന്നു. സാറ്റർഡേ ആണ് പറയുന്നത് മൺഡേ മാറിത്തരണമെന്ന്. അതിന് അരുണിമ സാറ്റർഡേ നൈറ്റ് തന്നെ ഇറങ്ങിപ്പോയത് അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൾച്ചറാണോ? ഇറങ്ങുന്നതിന് മുമ്പ് എന്നോട് പറയാമായിരുന്നല്ലോ. എന്നോട് പോലും പറയാതെ അവൾ റോഡിൽ ഇറങ്ങി ഷോ കാണിച്ച് ശരിയാണോ എന്ന് ചോദിച്ചിട്ട് ഈ വ്യക്തി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഈ വ്യക്തി ഒരു വീഡിയോ കൂടി ഷെയർ ചെയ്തിട്ടുണ്ട്. നാളെ പോണോന്നല്ലേ പറഞ്ഞേ? മൺഡേ മോർണിംഗ് എന്നാ പറഞ്ഞേ. കേറി സംസാരിച്ചു. എന്റെ അപ്പനും അമ്മയും ഒരു കാര്യം പറയുമ്പോ അത് എന്റെ ഉത്തരവാദിത്തം വെച്ച് ഞാൻ അപ്പച്ച വേണ്ടാത്ത പ്രശ്നം ഇവിടെ ഉണ്ടാക്കില്ല. ഇപ്പൊ പോണോന്ന് ആരും ഇവിടെ പറഞ്ഞില്ല. നാളെ പോണോന്നല്ല പറഞ്ഞേ, മൺഡേ മോർണിംഗ് പോണോന്നാ പറഞ്ഞു.
അങ്ങനെ പോകാൻ പാടില്ല അരുണിമയുടെ. എനിക്ക് മനസ്സിലായി. ഞാൻ ആദ്യമായിട്ടല്ല ട്രാവൽ ചെയ്യുന്നത്. ഇതെന്നെ 41ാമത്തെ രാജ്യമാണ്. നിങ്ങളെല്ലാം വീഡിയോ കാണുന്നില്ലേ ഞാൻ എവിടെയൊക്കെയാണ് താമസിക്കുന്നത്, എന്തൊക്കെയാ ചെയ്യുന്നുള്ളത്. അല്ലാണ്ട് ഇവരൊക്കെ ലോകം കാണാത്തവരല്ല ഞാൻ. ലോകം ഞങ്ങളാരും ലോകം കാണാതിരിക്കുന്നില്ല. നാളെ പോകുന്നു ഞാൻ അവരോട് പറഞ്ഞു. നാളെ അത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു എനിക്ക് ഫ്ലൈറ്റ് ഉണ്ട്. ഞങ്ങൾ പോണോന്ന് പറഞ്ഞില്ലേ? ഇറ്റ്സ് ഓക്കെ. അത് നാളെ പോണെന്ന് പറഞ്ഞില്ലേ? ഞാൻ മൺഡേ നാളത്തേക്കിന് വേറെ അക്കോമഡേഷൻ നോക്കണം. മൺഡേ മോർണിംഗ് ആകുമ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞത്. ഐ ഡിഡ് നോട്ട് സേ ടുമോറോ. ഡു നോട്ട് ട്രൈ ടു. ഓക്കെ, നാളെ നോക്കാം. യാ, അതിന്റെ അർത്ഥം എന്തുവാ? എനിക്ക് നിങ്ങളുടെ നാട്ടിലുള്ള രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത്. എന്റെ അപ്പനും അമ്മ എന്നെ സ്കൂളിൽ വിട്ട അതുപോലെയൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഡു നോട്ട് ഡിസ്റെസ്പെക്ട് മീ ഇൻ മൈ ഹോം. And that's the tone that you both of you guys are taking. അതുകൊണ്ടാണ് ഞാൻ അറിഞ്ഞത്, മനസ്സിലായില്ലേ? അതായത് എന്റെ അടുത്തും അതേ രീതിയിലാണ് സംസാരിച്ചത്. അല്ല. അതാണ് ഞാൻ നിൽക്കാത്തത്. Oh my God. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ നീ എന്നോട് പറയാതെ ഇപ്പൊ അവളോട് സംസാരിച്ചത്. നീ എന്നോടല്ലേ ആദ്യം പറയാം. ഇല്ല, ഞാൻ ജസ്റ്റ് ബൈ പറയാൻ വേണ്ടിട്ട് ആളുടെ അടുത്ത് സംസാരിച്ചു. ഇവിടെ വളരെ ക്ലിയർ ആയിട്ടൊരു വ്യക്തി അരുണിമേനോട് ഫോണിൽ ലൗഡ് സ്പീക്കറിൽ സംസാരിക്കുന്ന ഒരു സാധനം നിങ്ങൾക്ക് കുറച്ച് കേൾക്കാൻ പറ്റും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് വേണമെങ്കിൽ റിവൈൻഡ് അടിച്ചിട്ട് ആ ഒരു പോർഷൻ ഒന്ന് പ്ലേ ചെയ്തോ. ലാസ്റ്റ് വ്യക്തി പറയുന്നുണ്ട് അത് അവരുടെ വീടാണ്, നീ അവിടുന്ന് അവർക്ക് താല്പര്യമില്ല എന്നാണെങ്കിൽ ഇറങ്ങുക എന്നുള്ളതാണ് അതിൻ്റെ മാന്യത. ഓക്കെ, അവിടെ കിടന്ന് ഒരു ഷോ കാണിക്കേണ്ടത് ആരോ അപ്പുറത്ത് ഫോണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ആ ഫോണിൻ്റെ അറ്റത്ത് ആരാണോ എന്നറിയില്ല, ഇനി നാട്ടിലുള്ള ആളാണോ എന്നറിയില്ല, അവിടെ ഉള്ള ആളാണോ എന്നറിയില്ല, എന്താണെങ്കിലും ഒരാളോട് ഹെൽപ്പൊക്കെ ചോദിച്ചിട്ട് തന്നെയാണ് 37 ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഫൈൻ. ഈ വീഡിയോയിൽ ഒരു കാര്യം വളരെ ക്ലിയറാണ്. ആ വീട്ടിലുള്ളവർ അവർ അരുണിമേനോട് മൺഡേ ആണ് പോകാൻ പറഞ്ഞത്. അതിന് അവർക്ക് റീസൺ ഉണ്ട്. മേ ബി ആ റീസൺ അത് അരുണിമേനോട് പറഞ്ഞും കാണും. അരുണിമയുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുണിമയ്ക്ക് എവിടെയെങ്കിലും ഒരു ഈഗോ തോന്നിക്കാണും. ആ വീട്ടുകാർക്കും അതേ ഈഗോ തോന്നിക്കാണും. സ്വന്തം വീട്ടിൽ വന്ന ഒരാൾ എന്താ ഇവരിങ്ങനെ ഞങ്ങൾ മൺഡേ പോകാൻ പറയുമ്പോൾ ഇവരെന്താ ഇങ്ങനെ എന്നുള്ളൊരു സാധനം അവർക്കും തോന്നിക്കാണും. അരുണിമയുടെ ഒരു ഈഗോ വന്നത് കണ്ടോ, ഞാൻ ഇത്രയും നമ്പർ ഓഫ് രാജ്യങ്ങളിൽ സഞ്ചരിച്ച ഒരാളല്ലേ, ലോകം കാണാത്ത നിങ്ങളല്ലേ എന്നുള്ളൊരു സാധനം അരുണിമ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, വോമിറ്റ് ചെയ്ത് പോന്നിട്ടുണ്ട്. അവർ പറയുന്നുണ്ട് ഞങ്ങളും ലോകം കാണാത്തവരൊന്നുമല്ല, ഞങ്ങളെയും സ്കൂളിലൊക്കെ വിട്ട് പഠിപ്പിച്ചതാണ്. സോ അവരുടെ വീടാണത്. ഓക്കെ, അവരുടെ വീടാണ്. ലിറ്ററലി നിങ്ങൾ വലിഞ്ഞു കയറി ചെന്നൊരവസ്ഥ തന്നെയാണ് അവിടെ, അല്ലെങ്കിൽ വലിഞ്ഞു കയറി ചെന്നതാണ്. ഓക്കെ, അപ്പം പിന്നെ അവരുടെ ഒരു ആവശ്യം വരുമ്പോൾ, അവരുടെ വീട്ടിൽ അവർക്കൊരു റൂം ആവശ്യമായിട്ട് വരുമ്പോൾ നിങ്ങളവിടെ ഉള്ളപ്പോൾ നിങ്ങളുടെ പ്രയർ ആയിട്ടാണ് പറയുന്നത്. അന്ന് ദിവസം രാവിലെ വന്നിട്ട് അരുണിമ യു ഷുഡ് ഗോ ഔട്ട് ഓഫ് ഹിയർ എന്ന് അല്ലല്ലോ പറഞ്ഞത്. അങ്ങനെയാണോ പറഞ്ഞത്? നിങ്ങളിപ്പോൾ പോകണ്ട, യു ഷുഡ് ടേക്ക് അനദർ അക്കോമഡേഷൻ ആൻഡ് യു ക്യാൻ ലീവ് ബൈ മൺഡേ മോർണിംഗ്. 2 ദിവസം പ്രയറായിട്ടാണ് അവർ അവിടെ കാര്യങ്ങൾ സംസാരിച്ചതെന്നാണ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ എന്ന് നമുക്ക് മനസ്സിലാവുന്നത് കാണുന്നവർക്ക്. എന്നിട്ടും നിങ്ങളവിടെ കിടന്നിട്ട് നിങ്ങൾ രാത്രി വീഡിയോ എടുത്തിട്ട് അത് പോസ്റ്റ് ചെയ്ത രസം. ഇപ്പോൾ അത് അന്നേ പോസ്റ്റ് ചെയ്യാതെ ഉണ്ടായി 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സാധനം, അതായത് നിങ്ങൾക്ക് വേറെ സ്ഥലം കിട്ടി, ആൾക്കാരെ കിട്ടി, നിങ്ങൾ എന്ത് ചെയ്തു, നൈസായിട്ട് ഈ സാധനം ഇട്ട് പോസ്റ്റ് ചെയ്ത് വിടുകയും ചെയ്തു. ഇനി നിങ്ങൾ ഇട്ട ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ അവിടെ പ്ലേ ചെയ്യാം. ഞാനിതാ ഇപ്പോൾ നിൽക്കുന്നത് US-ലാണ്, ന്യൂജേഴ്സി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഞാനിതാ ഈ ഒരു ഈ വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഈ വീട്ടിൽ എനിക്ക് 4 വർഷമായിട്ട് അറിയുന്നൊരു പുള്ളിക്കാരനാണ് ജോർജ് എന്ന് പറഞ്ഞത്. ആൾ ഭയങ്കര പാവമായിരുന്നു. എന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ വിളിച്ചു. ഞാൻ ഈ പുള്ളിക്കാരൻ്റെ വീട്ടിലൊക്കെ പോയി താമസിച്ചു. അവരുടെ മക്കളുടെ വീട്ടിലും, അതായത് ആള് വലിഞ്ഞേറി വന്ന പോലെയാണ് ആള് ഇവിടെ താമസിക്കുന്നത്. അത് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ അടുത്ത് സ്നേഹത്തോടെ വിളിച്ചു ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞപ്പോൾ ഒരുപാട്, നിങ്ങൾക്കറിയാം, എൻ്റെ വീഡിയോയിൽ കാണുന്നവർക്കറിയാം, ഞാൻ ഒരുപാട് വീടുകളിൽ പോയിട്ട് അങ്ങനെ താമസിക്കാറുണ്ട് എന്നെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ. സോ ഞാൻ അങ്ങനെ ഇവിടെയും വന്ന് താമസിച്ചതാണ്. പക്ഷേ അമേരിക്ക വന്ന് ഫസ്റ്റ് ഡേയിൽ 2ാമത്തെ ദിവസമാണെന്ന്, 2ാമത്തെ ദിവസം തന്നെ ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതായത് 2 ദിവസം ഞാൻ താമസിച്ചിരുന്നു, ഇപ്പോൾ 3ാമത്തെ നൈറ്റായി. സോ ആളാണ് എന്നെ എയർപോർട്ടിൽ നിന്ന് വന്ന് വിളിച്ചതും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എൻ്റെ കൂടെ ന്യൂയോർക്ക് സിറ്റിയിലെല്ലാം വന്നു. ഭയങ്കര പാവമായിരുന്നു, എനിക്ക് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ആളുടെ മക്കളും ആളെ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെയല്ല. ഇവിടെ ജനിച്ചു വളർന്ന മക്കളാണ്. ഒരു 20 വയസ്സുള്ള പെൺകുട്ടി വന്നിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു. ഞാൻ അപ്പം തന്നെ, ഇപ്പോൾ രാത്രി സമയം 12 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 12 മണിക്ക് തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, എനിക്കറിയില്ല ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകാന്നുള്ളത്. പെട്ടെന്ന് രാത്രി പറയുമ്പോൾ എനിക്ക് ഈവൻ അറിയുന്ന വേറെ ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരെനിക്ക് ഈ രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. കാരണം
അവർക്കൊരു മനസ്സില്ലല്ലോ, എനിക്കൊരു മനസ്സുണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് ആരെയും വിളിച്ച് ഈ രാത്രി ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പുള്ളിക്കാരൻ ഭയങ്കര ഭാവമാണ്. നിങ്ങളിനി വീഡിയോ കണ്ടിട്ട് ആള് മോശമായി ചെയ്തതെന്ന് ആലോചിക്കുമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. കാരണം ആള് പറയുന്നത്, പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, അതായത് സ്വന്തം അമ്മയുടെ അച്ഛൻ ഇവിടെ റെൻറ്റിനാണ് താമസിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതായത് മേ ബി അമേരിക്കയിലെ കൾച്ചർ അങ്ങനെയായിരിക്കും, ഇവിടെ ജനിച്ചു വളർന്ന മലയാളീസും അല്ലെ അങ്ങനെ ആയിരിക്കും കൾച്ചർ. എന്തായാലും ഞാൻ ഈ വീട്ടിലിരുന്നാണ് താമസിച്ചത്. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഭയങ്കര എനിക്ക് എന്നെ ഇറക്കി വിട്ടാലല്ല എനിക്ക് വിഷമം. കാരണം ആ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് അത്രയും ഭയങ്കര സ്നേഹത്തോടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും ആളെന്നെ ഇന്ന് വയ്യ 10-70 വയസ്സുണ്ട്. ആ 70 വയസ്സുള്ള ആളെന്നെ ന്യൂയോർക്കെല്ലാം കറക്കാനെല്ലാം കൊണ്ടുപോയി. ഞാൻ ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് പുള്ളി എൻ്റെ കൂടെ വന്നു. അതായത് അത്രയും എനിക്ക് എന്താ പറയുക, പക്ഷെ ആള് ഇത്രയും ഇവിടെ ഇങ്ങനെ സ്വന്തം മകളുടെ വീട്ടിൽ ഇങ്ങനെ ഇതായി നിൽക്കുവാന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. കാരണം 4 വർഷമായിട്ട് എനിക്കറിയാം ഞാൻ US വരുന്നു. എത്ര വിസ കൊടുക്കുന്നതിന് മുന്നേ തന്നെ വിസ കൊടുക്ക് എന്നാൽ US വരുന്നത് അങ്ങനെ പറഞ്ഞ് വിളിക്കുന്നൊരു പാവം പുള്ളിയായിരുന്നു. പക്ഷെ മക്കളൊക്കെ ഇങ്ങനെയാണ് സ്വന്തം അച്ഛനോടൊക്കെ ഇങ്ങനെ കാണിക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. എന്തായാലും ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇവിടെ നടുറോട്ടിലേക്ക്, ഇവിടെയാണ് ഇപ്പോൾ മഴയും നല്ല തണുപ്പും. ഇതൊരുമാതിരി ഈ മറ്റേ പരിപാടി പോയി. ആ മനുഷ്യൻ്റെ ഒപ്പം ഇത്രയും ദിവസം ട്രാവൽ ചെയ്ത് അയാൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് അയാളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അയാൾ ഒരുമാതിരി നാട്ടുകാരെ മുന്നിലേക്ക് കടിച്ചു കീറാൻ ഇട്ട് കൊടുക്കുന്ന അവസ്ഥയിൽ ഇട്ടും കൊടുത്ത് അയാളുടെ പേഴ്സണൽ ലൈഫ് മൊത്തം എക്സ്പോസും ചെയ്ത് അത് കൃത്യമായുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോനകത്ത് കൃത്യമായ റീസൺ പറയേണ്ടിയിരുന്നു. അവരുടെ ഗ്രാൻഡ് ചിൽഡ്രൻസ് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ദിവസം നിങ്ങൾ മാറിത്തരണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവർ സംസാരിച്ച സമയത്ത് അവർ എന്നോട് ഡിസ്റെസ്പെക്റ്റ്ഫുള്ളായിട്ട് സംസാരിച്ചു. സോ ഐ എം കമ്മിങ് ഔട്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാം. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര ഇമോഷൻ അവിടെ പൊട്ടി എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് ഇപ്പോഴും കണക്റ്റ് ആവുന്നില്ല, സോറി. ബട്ട് നിങ്ങൾ ചെയ്ത പരിപാടിയോട് ഞാൻ പേഴ്സണലി ഒട്ടും യോജിക്കുന്നില്ല. കാരണം ഈ ചെയ്ത പരിപാടി ഞാൻ പറഞ്ഞല്ലോ, ഇത് അരുണിമയല്ല വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി അത് മനസ്സിലാവും. അരുണിമ എന്ന് പറഞ്ഞ വ്യക്തി പല സാഹചര്യങ്ങളിലും പറഞ്ഞ പല കാര്യങ്ങളും ഉണ്ട്. പല ട്രാവലിലും അരുണിമ ഫേസ് ചെയ്യേണ്ടി വന്ന കുറേ ഇഷ്യൂസ്, നമ്പർ ഓഫ് വണ്ടികൾക്ക് കൈ കാട്ടി അതിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ട്രാവൽ ചെയ്തിട്ടുണ്ട് ഇല്ലേ? നിങ്ങളുടെ സേഫ്റ്റിയൊക്കെ നിങ്ങൾ മുൻകൂട്ടി ചിന്തിച്ച് നിങ്ങൾ തന്നെ പറഞ്ഞ വാക്കുകൾ ഒരുപാട് ഇൻ്റർവ്യൂസിൽ കിടക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ പ്ലേ ചെയ്യാം. ഇല്ല, പേടി പണ്ടും എനിക്ക് പൊതുവെ അങ്ങനെ ഇല്ല. പക്ഷെ ഇപ്പോഴും അപ്പോഴും ഒരേപോലെ തന്നെ. അതായത് ഞാനിപ്പോൾ ഒരു വണ്ടി ട്രക്കിൽ കയറി, ഞാനിപ്പോൾ ഒരു എത്ര ലക്ഷം വണ്ടികളിൽ ലിഫ്റ്റ് അടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും ഇപ്പം ഞാൻ ഇന്ന് രാത്രി ഒരു 12 മണിക്ക് ഞാൻ കേരളത്തിലോ ഈവൻ കേരളത്തിന് പുറത്തോ ഞാൻ ലിഫ്റ്റ് അടിക്കണോ എൻ്റെ മനസ്സിൽ ഞാൻ ഇത്ര ചിന്തകൾ വരും. 360 ആംഗിളിൽ ഞാൻ നോക്കും ആരെങ്കിലും വരുന്നുണ്ടോ, എന്തെങ്കിലും ചെയ്യും. ഞാൻ ഓൾറെഡി ഓവർ തിങ്ക് ചെയ്ത് വെക്കും. കാരണം ഇപ്പോൾ 10 പേര് വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെപ്പർ സ്പ്രേ എനിക്ക് ഈ കൈ വെച്ചടിക്കാം, ഒരു കയ്യിൽ പോക്കറ്റ് നൈഫ് യൂസ് ചെയ്യാം, പക്ഷെ അവരെന്നെ പിടിച്ചുകൊണ്ടേ അങ്ങനെയൊക്കെ ഞാൻ തിങ്ക് ചെയ്യും. കാരണം നമ്മൾ ഒരുപാട് തിങ്ക് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ സിറ്റുവേഷൻ നമുക്ക് ഓവർകം ചെയ്യാം. അത്രയൊന്നും വേഴ്സ്റ്റ് സിറ്റുവേഷൻ ഉണ്ടാവണതിന് മുന്നേ തന്നെ ഞാൻ എങ്ങനെയൊക്കെയോ എസ്കേപ്പ് ആയി പോയിട്ടുണ്ട്. ഇതിൽ തന്നെ ഒരു കാര്യം വ്യക്തമാണ്, ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അത് ഏത് രീതിയിൽ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾ ചിന്തിച്ച് കൂട്ടി വെച്ചിട്ട് തന്നെയാണ് നിങ്ങളുടെ ട്രാവൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാൻസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. സോ നിങ്ങൾ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പല സിറ്റുവേഷൻസും ഫേസ് ചെയ്യേണ്ടി വരും. അത് ഇന്ത്യ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും ഉഗാണ്ട ആണെങ്കിലും എവിടെയാണെങ്കിലും ഒരേ സംഗതിയാണ്. ഇവിടെ നിങ്ങൾക്ക് ഇത്രത്തോളം ഇതിനു മുമ്പ് അരുണിമ പല സിറ്റുവേഷനിലും ഉണ്ടായപ്പോൾ ഇല്ലാത്തൊരു ഇമോഷണൽ ഓവർ സാധനം ഇതിനകത്ത് കാണാൻ ഇടയായി. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഇതിനകത്ത് ആദ്യം തന്നെ ഒരു സംശയവും തോന്നിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ ഞാൻ ഇനി എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. അതിനു മുമ്പ് ഈ അരുണിമേനെ ഞാൻ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, മലപ്പുറത്ത് നിന്ന് തന്നെയാണ് കണ്ടത്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഞാൻ പറയാം. ഇപ്പം ഞാൻ ഒന്നും കൂടി ആ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി പ്ലേ ചെയ്യാം. അതായത് ഇവർ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ജോർജിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വേറൊരു സ്ഥലത്തേക്ക് റൂം എടുത്തത് വരെയുള്ള ഒരു പോർഷൻ കൂടി. ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയുന്നില്ല. കാരണം എനിക്കറിയില്ല ഞാൻ എന്താ പറയണ്ടേന്നുള്ളത്. ഞാൻ അത്ര ഇമോഷണൽ ആയിട്ടാണ്, എനിക്കറിയില്ല. എനിക്ക് ഇതുവരെ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. ഭയങ്കര എന്താ പറയുക, ഭയങ്കര എനിക്ക് ബുദ്ധിമുട്ട് തോന്നുക. കാരണം ഞാൻ എന്തോരം ഫാമിലിൻ്റെ ആളുകളുടെ വീട്ടിലൊക്കെ താമസിച്ചിട്ടുള്ളതാണ്. അവരൊക്കെ എൻ്റെ സ്വന്തം വീട്ടിലെ ഒരാളെ പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ബട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം
അവിടുത്തെ അതായത് ആള് തന്നെ ആ വീട്ടിൽ അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ കാര്യം പറയണ്ടല്ലോ. പക്ഷെ ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഈ പുള്ളിക്കാരൻ ഞാൻ വരുന്ന കാര്യം തന്നെ മക്കളോടും കൊച്ചുമക്കളോടൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഇവർ പറഞ്ഞത്. എനിക്കതൊന്നും അറിയില്ലായിരുന്നു. എന്തായാലും ഞാനിപ്പോൾ തണുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ എന്താ ചെയ്യാൻ നോക്കട്ടെ. ഞാൻ എങ്ങോട്ടാ പോവാ നോക്കട്ടെ. ഒരു അവസ്ഥ ആലോചിക്കുക. പാതിരാത്രി 12 മണിക്ക് ഞാൻ അമേരിക്കയിൽ ഇങ്ങനെ തെണ്ടി നടക്കുക. ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് വീടില്ലാണ്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ന്യൂയോർക്ക് സിറ്റിയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരവസ്ഥയാണ് ഇപ്പം ഞാൻ. ഈ രാത്രി പെട്ടെന്ന് ഞാനിവിടെ ഹോട്ടൽ ഇതൊക്കെ ഞാൻ നോക്കി. പക്ഷേ ഈ അടുത്തൊന്നും ഇല്ല. വേറെ ഏതെങ്കിലും ഏരിയയിലേക്ക് പോകണം. കാരണം ഇത് കുറച്ച് ഔട്ടർ വില്ലേജ് പോലത്തെ സൈഡാണ്. ന്യൂയോർക്ക് സിറ്റിയിലൊക്കെയാണ് ഹോട്ടലൊക്കെ ഉള്ളത്. അവിടേക്കൊക്കെ എത്താൻ ഇവിടുന്ന് ട്രെയിനിലെല്ലാം 1.5 മണിക്കൂർ അത്രയെല്ലാം എടുക്കും. എക്സ്പ്രസ് ട്രെയിനിൽ തന്നെ ഒരു 1/2 മണിക്കൂറൊക്കെ എടുക്കും. മഴ പെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തായാലും നോക്കി പോട്ടെ എങ്ങനെ അങ്ങോട്ട് എത്താൻ പറ്റുക. റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ ഇവിടുന്ന് കുറച്ച് ദൂരം പോകാനുണ്ട്. നോക്കിയോട്ടെ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഞാൻ അവിടെ നിന്നിട്ട് കരയുമായിരുന്നു. എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഞാൻ ഭയങ്കര ഇമോഷണലായി. കാരണം എനിക്ക് ഇങ്ങനൊരു ഇൻസിഡന്റ് മുന്നേ ഉണ്ടായിട്ടില്ല. പിന്നെ എന്താ പറയുക, ആ പുള്ളിക്കാരൻ അത്രയും പാവമായിരുന്നു. ആള് കിടക്കുന്നതന്നെ ഗോഡൗൺ പോലത്തെ ഒരു വീടിന്റെ ഉള്ളിലായിരുന്നു. അത് ഞാൻ ഇന്നാണ് അറിഞ്ഞത്. ഇറങ്ങാൻ നേരത്ത് പുള്ളിനോട് പോയി ഞാൻ ഇറങ്ങുവാണെന്ന് പറയാൻ വേണ്ടി പോയപ്പോഴാണ് പുള്ളി അറിഞ്ഞിട്ടില്ല. എന്നെ ഇറക്കി വിടാൻ പോവാണെന്ന് പുള്ളി അറിഞ്ഞിട്ടില്ല. പുള്ളി എന്നെ എവിടെ പോണു, രാത്രി എവിടെ പോകുന്നു ചോദിക്കുന്നത്. ആ പിള്ളേരാണ് എന്നെ ഇറക്കി വിട്ടത്, മനസ്സിലായോ? അപ്പോൾ ആ പുള്ളിക്കാരനല്ല, ആളെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ കുറെ റൂംസ് ഉണ്ട്. അപ്പോൾ എനിക്കറിയില്ല ആളെ ഏത് റൂമിലാണ് താമസിക്കുന്നത്. നമ്മൾ ഒരാളുടെ പ്രൈവസിയിൽ കടന്ന് കയറൂലല്ലോ. ആരുടെ വീട്ടിൽ അവരെവിടെ കിടക്കുന്നതെന്ന് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കൂലല്ലോ. അപ്പോൾ അവർ റൂമിലേക്കൊന്നും ചെല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. അവർ ഗോഡൗൺ പോലെ ഇവിടെ യൂറോപ്പിലോ അമേരിക്കയിലൊക്കെ വീടിന്റെ താഴെ ഒരു ബേസ്മെന്റ് ഉണ്ടാവും. ആ ബേസ്മെന്റിലൊക്കെ അവർ താമസിക്കുന്നത്. അതൊക്കെ ഞാൻ ഇപ്പോൾ ഇറങ്ങാൻ നേരത്താണ് ഞാൻ അറിഞ്ഞത്. ഞാനിതപ്പോൾ ഇവിടെ റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്ത ആളെല്ലാം ഇവിടുന്ന് പോയി. സോ ഇതാണ് ഈ കാണുന്ന ഞാൻ റൂം. ഇവിടെ എല്ലാ റൂംസ് എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ $110 ഈ റൂമിന്റെ റേറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ജോർജിൻ്റെ അവിടുന്ന് ഇറങ്ങി ഇവർ സേഫായിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് റൂം എടുത്തു. നിങ്ങൾക്ക് ഇത് അവരിറങ്ങാൻ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ഇത് ചെയ്യായിരുന്നു. വേറെ സ്ഥലത്ത് പോയിട്ട് റൂം എടുത്തിട്ട് അവിടുന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ നറേറ്റ് ചെയ്യായിരുന്നു. ജോർജിൻ്റെ വീട്ടിലായിരുന്നു ഞാൻ. ജോർജിൻ്റെ വീട്ടിലെ സിറ്റുവേഷൻസ് അത്ര എനിക്ക് സുഖമായിട്ട് തോന്നിയില്ല. അവരെന്നോട് അവിടുന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇറങ്ങാൻ പറഞ്ഞു. ഇനിയിപ്പോൾ ഹൂവർ വീട്ടിലുള്ള ഒരു വ്യക്തി, അത് ആരാന്നൊന്നും പറയണ്ട, അവരെന്നോട് കുറച്ച് മോശമായിട്ട് അല്ലെങ്കിൽ റൂഡായിട്ട് പെരുമാറി. എനിക്ക് താല്പര്യമില്ല, ഞാൻ ഇറങ്ങിപ്പോകുന്നു. നല്ല മനുഷ്യനാണ് ജോർജ്. ഇത്ര മാത്രം പറയേണ്ട സ്ഥലത്ത് അതൊരു മാസീവ് എന്തോ നിങ്ങൾക്ക് എന്തോ സംഭവിച്ചു, അയാൾ എന്തോ ചെയ്തു, അയാൾക്കും ആ വീട്ടിൽ അതാണ് അവസ്ഥ. ലിറ്ററലി ആ ജോർജിനെ ഉള്ള ഒരുമാതിരി പട്ടിക്കൂട്ടിൽ പട്ടി കിടക്കുന്ന അവസ്ഥ എന്നുള്ള രീതിയിൽ വരെ നിങ്ങൾ പറഞ്ഞ് അതിനകത്ത് ഫലിപ്പിച്ച് വെച്ചത്. ആ മനുഷ്യൻ ഇനി ആ വീട്ടിൽ ജീവിക്കണ്ടേ? അയാൾക്കൊരു ഫേസും, അല്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് അത് മനസ്സിലാക്കണം. നിങ്ങളെ വീഡിയോയിൽ നിങ്ങൾ ഫേസ് കാണിച്ച ഒരാളാണ് അയാൾ. നാട്ടുകാരെ അയാൾ 12 വർഷമായിട്ടല്ലേ അയാൾ അമേരിക്ക പോയില്ല. അതിന് പിന്നെ അയാൾ നാട്ടിലല്ലേ. ഇനി നാട്ടിലെ അയാളെ കൂട്ടക്കാരും കുടുംബക്കാരും നാട്ടിലേക്ക് വരേണ്ട ആൾക്കാരും ആയിരിക്കും. നാട്ടിൽ വന്ന് ഇനി എന്തായിരിക്കും അയാളുടെ അവസ്ഥ? അങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞു വെച്ചത്. അത് വളരെ മോശം പരിപാടിയാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ആദ്യം ചെയ്യുമായിരുന്നു. റൂം എടുത്തിട്ട് നിങ്ങൾക്ക് വളരെ മാന്യമായിട്ട് ഒന്നും പറയാതെ ആ സംഗതി പറഞ്ഞു തീർക്കായിരുന്നു. അത് നിങ്ങൾ ചെയ്തില്ല. ഇനി അരുണിമ എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ മലപ്പുറത്തുനിന്ന് കാലിക്കറ്റിൽ നിന്ന് ട്രാവൽ ചെയ്ത് വരികയാണ്. അപ്പോൾ ഞാൻ ഈ അരുണിമയെ കണ്ടത് ഏകദേശം എനിക്ക് തോന്നുന്നൊരു പൂക്കോട്ടൂരൊക്കെ എത്തുമ്പോഴാണ്. ഞങ്ങൾ മലപ്പുറത്തുള്ളവർക്ക് അറിയുന്നുണ്ടാവും. പൂക്കോട്ടൂരൊക്കെ എത്തുമ്പോഴാണ് ഈ അരുണിമയെ കണ്ടത്. അരുണിമയുടെ കൂടെ അന്ന് വേറൊരു ലേഡി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അരുണിമയെ എന്ത് ചെയ്തു, അങ്ങനെ വണ്ടി തിരിച്ചിട്ട്, അന്ന് ഇത്രത്തോളം എനിക്ക് ഫോളോവേഴ്സോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ നമ്മളത്ര ഇതല്ലടി വിസിബിലിറ്റി ഇല്ല നമുക്ക്. ഞാൻ വണ്ടി ചോദിച്ചു, അരുണിമയല്ലേ, എനിക്കറിയാം, വീഡിയോസ് കാണാറുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണം, നമ്മുടെ നാട്ടിൽ കൂടി പോകില്ല, മലപ്പുറത്തല്ലേ, എന്തെങ്കിലും ഹെൽപ്പ് വേണം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ചേട്ടാ ഞങ്ങൾക്ക് പെരിന്തൽമണ്ണ സൈഡിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ചേട്ടാ ഞങ്ങൾക്ക് ആ ഒരു സൈഡ് പാലക്കാട് പെരിന്തൽമണ്ണ സൈഡിൽ ബസ് കിട്ടുന്ന സ്ഥലത്തൊന്ന് ആക്കി തരാം. ആ ഒരു പോകുന്ന റൂട്ടിൽ തന്നെ ബസ് കിട്ടും, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലത്തൊന്ന് ആക്കി തരുമെന്ന് ചോദിച്ചു. ഞാൻ വണ്ടി കയറ്റി. അവർ മദ്യപിക്കാതിരിക്കുക അവരുടെ താല്പര്യം, അവരുടെ ഇഷ്ടമൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ബട്ട് ലിറ്ററലി ആ ദിവസം അവർ കാറ് ഫുള്ള് ഒട്ടുക്കത്തെ മണമായിരുന്നു മക്കളെ. ഞാൻ അപ്പം തന്നെ എന്ത് ചെയ്തു, ഞാൻ അടുത്ത് ഒരു മക്കരപ്പറമ്പല്ല, കൂട്ടലങ്ങാടിനും മക്കരപ്പറമ്പിൻ്റെ ഇടയിൽ ഒരു പെട്രോൾ പമ്പൊക്കെ എത്തുന്നതിന് മുമ്പ് കുറച്ച് അവർക്ക് ബസ് കൈ കാട്ടിയാൽ നിർത്താൻ പറ്റുന്ന സ്ഥലമുണ്ട്. അവിടെ ഞാൻ അവരോട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അവരവിടെ ഇറക്കി. ഞാൻ തിരിച്ച്
വൈഫ് ഹൗസിലേക്ക് പോകുന്നു. ജിത്തുവായിനെ വിളിച്ചിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു. ജിത്തുവായി അങ്ങനെ അരുണിമേനെയും അവരുടെ കൂടെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഇവരെന്ത് ധൈര്യത്തിലാണ് ഈ പോണതെന്ന് എനിക്കൊരു പിടുത്തമില്ല. രണ്ടാളാണോ എന്താണ്, എനിക്ക് നല്ല സ്മെല്ലടിച്ചു. മേ ബി രണ്ടാളായിരിക്കാം അല്ലെങ്കിൽ ഒരാളായിരിക്കാം. അടിച്ച് പിപ്പിരിയാണ്. ഓക്കെ, എന്തൊരവസ്ഥ. ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതും ഞങ്ങളന്ന് പേഴ്സണലി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ അവരുടെ വീഡിയോസ് ഇങ്ങനെ ഓരോ കോൺട്രവേഴ്സി അല്ലെങ്കിൽ അവരുടെ നല്ല ടോപ്പിക്കൊക്കെ വരുമ്പോൾ ഇരുന്ന് കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്. ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇവരെല്ലാ സേഫ്റ്റിയെക്കുറിച്ചും പറയുന്നു. മദ്യപിച്ച് ട്രാവൽ ചെയ്യുന്നത് അത്ര നല്ല കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ജിത്തുവായിനോടൊക്കെ സ്നേഹനോട് സംസാരിക്കുമ്പോൾ പറയലുണ്ട്, ഇവർ അത്യാവശ്യം നല്ല ട്രാവൽ ചെയ്ത് ബോൾഡാണ്, അല്ലെങ്കിൽ ഇങ്ങനെ മദ്യപിച്ച് വരെ ട്രാവൽ ചെയ്യുക എന്നുള്ളത് അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തി. കാരണം ഞാനത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. സോ അവർക്ക് ഇതൊന്നൊരു വിഷയമായിരിക്കില്ല. അവർക്ക് വരുന്ന പ്രശ്നങ്ങളൊക്കെ അവർ പുല്ലുപോലെ ഹാൻഡിൽ ചെയ്യും എന്നൊക്കെ നമ്മൾ വിചാരിച്ച് അതൊക്കെ അറിയുന്നൊരു വ്യക്തിയാണ്. അമേരിക്കയിൽ ഇപ്പോൾ ഈ പറഞ്ഞ ജോർജിൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേന്ന് പറഞ്ഞിട്ട് ഇമാതിരി കരച്ചിലും പരിപാടികളൊക്കെ. സോ ഓബിയസ്ലി എനിക്ക് ഈ സാധനം ഒരു റീച്ച് കിട്ടാനുള്ള പരിപാടിയുടെ തൊഴുത്തിലേ ഞാനിത് കൊണ്ടുപോയി കിട്ടത്തുള്ളൂ. ജോർജ് എന്ന് പറഞ്ഞ വ്യക്തിയും അവരുടെ ഫാമിലിയും അവർ കേസ് കൊടുത്തു എന്നുള്ളതൊക്കെയാണ് മൂപ്പൻ്റെ വീഡിയോയിൽ ജോർജ് ഇട്ടൊരു കമൻറ്റിൽ നിന്ന് മനസ്സിലായത്. കാരണം അവർ ഡെഫിനറ്റ്ലി കൊടുക്കണം, കാരണം അവരുടെ പ്രൈവസി അവിടെ പോയിട്ടുണ്ട്. ഓക്കെ, അവർക്കൊരു ഡിഫമേഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ ആരെങ്കിലുമൊക്കെ എടുത്ത് എംബസിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇമിഗ്രേഷൻ്റെ സമയത്ത് മേ ബി ഇയാളുടെ വീടിൻ്റെ അഡ്രസ്സും ഇയാളുടെ പേരും കാര്യങ്ങളൊക്കെ ആവും കൊടുത്തിട്ടുണ്ടാവുക. ഒരു ലേഡിക്ക്, ഒരു ടൂറിസ്റ്റിന് അവിടുത്തെ സിറ്റിസണും കൂടിയാണ് ജോർജ് എന്നാണ് പറയുന്നത്. മേ ബി അവർക്കത് ലീഗൽ ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ട അവസ്ഥയായിരിക്കും നാളാണെങ്കിലും അയച്ചു കൊടുത്താൽ. സോ അതൊക്കെ വരാതിരിക്കാൻ അവരത് ഡെഫിനറ്റ്ലി കേസോ കാര്യങ്ങളോ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ വഴിക്ക് പോട്ടെ. ഓക്കെ, മോശം പരിപാടികൾ ചെയ്യാൻ പാടില്ല, അത്രേ പറയാനുള്ളൂ. ഫൈൻ.